മത്സരത്തെ കുറിച്ച് ഇതിനു മുമ്പ് പ്രസ്താവിച്ചിരുന്നല്ലോ. 14 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഈ 14 പേരിൽ അവസാന 5 സ്ഥാനക്കാരെ തിരികെ പ്രഖ്യാപിക്കുന്നതാണ്. അതിനു മുമ്പ് മത്സരിച്ച 14 പേരിൽ 14 പേരെ മുന്നോട്ട് വിളിക്കുകയാണ്. അവർക്കുള്ള സമ്മാനങ്ങൾ ഈ സമയത്ത് തിരികെ നൽകുന്നു. കെ കോര, ശ്രീ കെ കോര ഇവിടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണം. ലിസി സ്റ്റീഫൻ, ലിസി സ്റ്റീഫൻ ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരണം. ടി സി ജോൺ, ശ്രീ ടി സി ജോൺ മുൻപോട്ട് കടന്നു വരണം. ശ്രീമതി ആനിയമ്മ തോമസ് ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരണം. ശ്രീമതി അന്നമ്മ ജോൺ ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരണം. ശ്രീ ജേക്കബ് ചാണ്ടി ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരണം. ശ്രീമതി ഷേർലി തോമസ്, ശ്രീ എൻ ജെ ആൻഡ്രയോസ്, ശ്രീമതി മറിയാമ്മ മാത്യു. ഈ 9 പേര് നമ്മുടെ സാരോപദേശ മത്സരത്തിൽ പങ്കെടുത്തവരാണ്. അവസാന 5 സ്ഥാനക്കാരെ അതിന്റെ തിരുമേനി ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. സ്ഥാനക്കാരി മറിയാമ്മ ബെന്നി ആപ്പാടി കപ്പി. നാലാം സ്ഥാനം മറിയാമ്മ ഈപ്പൻ മീനാട് തോമസ്. അടുത്തത് രാജമ്മ കുര്യാക്കോസ് പത്രസേവൻ. ഞാൻ നോക്കിയിരിക്കുക ഇത്രയും സ്ത്രീകളാണെങ്കിലും പുരുഷനെ കിട്ടണേ ഉണ്ടായിരുന്നു. എന്നാൽ 2ാം സ്ഥാനം ബിൽ ഐസക് പൻപ്രസന്നേരി. അടുത്തത് ട്രോഫിയോടുകൂടി 1ാം സ്ഥാനം ഗേളി തോമസ് മാമ്പാടിക്ക് എത്തിയിരുന്നു. നല്ലൊരു കയ്യിലേക്ക് കൊടുത്തേ. കലാമേളയുടെ ബാക്കി സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുൻപായിട്ട് നവതി ആഘോഷിച്ച 8 പേരുണ്ട്. അവരൊക്കെ ഈ സെന്റ് ജോസഫ് ക്ലബ്ബിലെ സജീവ പ്രവർത്തകരും കൂടെയാണ്. അവരെ ആദരിക്കുന്നതിനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒന്ന് വി പി മാത്യു കുളിയന്നൂർ, 2 പി സി ചാക്കോസ അണയമ്പാലം, 3 യു യോഹന്നാൻ കൈയിടയിൽ, 3 വി കെ വർഗീസ് പട്ടക്കാവുങ്കൽ, ഏലിയാമ്മ വർഗീസ് കൈതമറ്റം, കെ എച്ച് ചാക്കോ ചാമക്കാലായി, പി ടി ജോർജ് പുതുവൽ മറ്റം, സി സി ജേക്കബ് ഇതിനപ്പുറം വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ കലാമത്സരങ്ങളിൽ സിംഗിൾ സോങ്ങിന് 1ാം സ്ഥാനം കിട്ടിയ ആളാണ് ശ്രീ സി പി തമ്പാൻ.
രണ്ടാം സ്ഥാനം ശ്രീമതി സീന വർഗീസ്. മൂന്നാം സ്ഥാനം ശ്രീമതി ശാന്തമ്മ ജോയ്. ഗ്രൂപ്പ് സോങ് അടുത്തത് ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് കിട്ടിയത് സെന്റ് തോമസ് ചർച്ച് സൗത്ത് വാമ്പാടിയാണ്. AI ജോൺ, CJ തോമസ്, AI ജോൺ, CJ തോമസ്, മോഡി ജോൺ, പോലീസ് ചാക്കോ, സാലിക്കുട്ടി തമ്പി. ഗ്രൂപ്പ് സോങ്ങിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് എല്ലിക്കുട്ടി കുരുവിള, ശോശാമ്മ ജോസഫ്, മിനി മാണി, സെന്റ് ജോർജ്, ഒരാള് എല്ലിക്കുട്ടി കുരുവിള, ശോശാമ്മ ജോസഫ്, മിനി മാണി. മൂന്നാം സ്ഥാനം ഷേർലി തോമസ്, അനില ജേക്കബ്, രാജമോഹൻ യാക്കോസ്, സറാമ സെബാസ്റ്റ്യൻ. ഇനി ഈ രണ്ട് മത്സരങ്ങളിലും പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനമുള്ളതാണ്. ഇതുവരെ പേര് വിളിക്കാത്തവരെ PM അറിയാം. PM അറിയാം. അറിയാമ്മ ജോസഫ്, ഷേർലി തരിയൻ, PA തോമസ്, ശോശാമ്മ ജോസഫ്, ലിസി സ്റ്റീഫൻ, ഗ്രൂപ്പ് സോങ്ങില് സീന വർഗീസ് ഇത് പങ്കെടുക്കും. സീന വർഗീസ് നൽകാത്ത ഷേർലി തരിയൻ, ദീനമ്മ കുഞ്ഞുമൻ, അമ്മണി, ലീലമ്മ, ഓമന. ലിസി സ്റ്റീഫൻ, ജിജി ചെറിയാൻ, രാജക്കുട്ടി തരിയൻ. സൂസമ്മ ഫിലിപ്പ് അനുവർ. ക്വിസ് കോമ്പറ്റീഷന് സമ്മാനാർഹരായ പേരുകൾ ഇങ്ങനെയാണ്. ടീം അനുസരിച്ച് മുൻപോട്ട് വരണം. പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരിക്കുന്നത്
കെ എബ്രഹാം ആൻഡ് ടീം. കെ എബ്രഹാം, കെ തോമസ്, അനില തോമസ് മുന്നോട്ട് കടന്നു വന്ന അഭിമന്യ തിരുമേനിയുടെ കയ്യിൽ നിന്ന് സമ്മാനങ്ങൾ കരസ്ഥമാക്കേണ്ടതാണ്. കെ എബ്രഹാം, കെ തോമസ്, അനില തോമസ്. പ്രോത്സാഹന സമ്മാനം രണ്ടാമത്തേത് ആലീസ് അന്ത്രയോസ്, സൂസമ്മ ജോസഫ്, മിനി മാണി മുൻപോട്ട് കടന്നു വന്ന അഭിമന്യ തിരുമേനിയുടെ കയ്യിൽ നിന്നും സമ്മാനം സ്വീകരിക്കേണ്ടതാണ്. പ്രോത്സാഹന സമ്മാനം ടി എ തോമസ്. പ്രിയപ്പെട്ട ടി എ തോമസ് ഒരാളായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം മുൻപോട്ട് കടന്നു വന്ന സമ്മാനം സ്വീകരിക്കുന്നു. കെ കെ കൊറിയാക്കോസ്, ലീല വിൽസൺ, അന്നമ്മ ചാക്കോ. കെ കെ കൊറിയാക്കോസ് ആൻറ്റി പ്രോത്സാഹന സമ്മാനമാണ്. കെ കെ കൊറിയാക്കോസ് അദ്ദേഹം ലീലാമ വിൽസൺ ഉണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വരണം. അതുപോലെ അന്നമ്മ ചാക്കോ. ക്വിസ് മത്സരത്തിൽ 3ാം സ്ഥാനം കിട്ടിയ ഗ്രൂപ്പിനെ വിളിക്കുകയാണ്. 3ാം സ്ഥാനം ലഭിച്ചത് മറിയാമ്മ ഈപ്പൻ ആൻഡ് ടീം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. എന്നാലും മറിയാമ്മ ഈപ്പൻ ആൻഡ് ടീം, മറിയാമ്മ ഈപ്പൻ, അന്നമ്മ ചാണ്ടിപ്പിള്ള, പി വി ജോൺ. സെന്റ് തോമസ് നീലടം ഇടവകയിലെ ഗ്രൂപ്പാണ്. അനുമോദനങ്ങൾ അറിയിക്കുന്നു. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു യു ഐ കുര്യൻ ആൻഡ് ടീം, തോമസ് ജോൺ, സാറാമസ് അറിയ. പങ്കട സെന്റ് മേരീസ് ഇടവകങ്ങളാണ്. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കൂരോപ്പുഴ സെന്റ് ജോൺസ് പള്ളി ഇടവകങ്ങൾക്കാണ്. രാജമ്മ കുര്യൻ, എ എസ് എബ്രഹാം ആശാരി പറമ്പിൽ ആൻഡ് ടീം, എ എസ് എബ്രഹാം, കുര്യൻ വർഗീസ്, മാത്യു പി എബ്രഹാം. ഓർമ്മ മാപിനി മത്സരത്തിൽ ക്വിസ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ നൽകി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓർമ്മ മാപിനി മത്സരത്തിൽ പങ്കെടുത്തവരെ വിളിക്കുകയാണ്. പ്രോത്സാഹന സമ്മാനം ലഭിച്ചിരിക്കുന്നത് എ ടി കുഞ്ഞിമോൻ, പി എ വർഗീസ്, ലീല വിൽസൺ, വത്സമ്മ കുര്യൻ, ജെ ജെ ജോൺ, കെ എ ഉലഹന്നാൻ, വത്സമ്മ ഔസേ, ഏലിയാമ കുര്യൻ, ടി എ തോമസ്, റാണി പി ജോൺ, മിനി മാണി, ഗേളി തോമസ്, എൽസമ്മ ജോർജ്. ഓർമ്മ മാപിനി മത്സരം നമ്മുടെ ഓർമ്മയെ അളക്കുന്ന മത്സരമായിരുന്നു. ഇതിൽ 3ാം സ്ഥാനം ലഭിച്ചത് ലാഡി കുറിയാക്കോസ്. 3ാം സ്ഥാനം ലഭിച്ചത് ലാഡി കുറിയാക്കോസ്. പങ്കട സെന്റ് മേരീസ് ഇടവകമാണ്. ലാഡി കുറിയാക്കോസ് 3ാം സ്ഥാനം ലഭിച്ചു. 16 പേര് മത്സരിച്ചതിൽ 15 വസ്തുക്കൾ ഏറ്റവും കൂടുതൽ എഴുതിയതിൽ 3ാം സ്ഥാനം ലഭിച്ചതാണ്. ഓർമ്മയുടെ മാപിനി മത്സരത്തിൽ 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് എ എസ് എബ്രഹാം, കൂരോപ്പട പള്ളി ഇടവകം എ എസ് എബ്രഹാം ആണ്. 16 പേര് മത്സരിച്ചതിൽ 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കൊറിയാക്കോസ് ആലീസ് അന്ത്രയോസ്. മീനനം സെന്റ് ജോർജ് ഇടവകമാണ്. ആലീസ് അന്ത്രയോസ് സെക്രട്ടറി. സോറി, തെറ്റിപ്പോയതാണ്. അല്ല, ആലീസ് അന്ത്രയോസിന് തന്നെയാണ് സമ്മാനം. ആലീസ് അന്ത്രയോസ് 1ാം സ്ഥാനം. പ്രിയപ്പെട്ട പമ്പാടി കത്തീഡ്രൽ ഇടവകമായിരിക്കുന്ന
സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ബെന്നി കെ ജോൺ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയാണ് ആ കുടുംബം വയോജന കലാമേളയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പായി നൽകുന്നു. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്ന പള്ളിക്ക് നൽകുന്ന അവാർഡാണ്. നമ്മുടെ കലാമത്സരങ്ങളിൽ 11 പോയിന്റുകൾ നേടി 2 ദേവാലയങ്ങൾ എവറോൾ ട്രോഫിക്ക് അർഹരായിട്ടുണ്ട്. സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ച് കോലോപ്പടിയും അതുപോലെ തന്നെ പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലുമാണ് അർഹരായിരിക്കുന്നത്. അവിടുത്തെ സെക്രട്ടറിമാര് മുൻപോട്ട് കടന്നു വന്ന് ഈ ട്രോഫി സ്വീകരിക്കേണ്ടതാണ്. 6 മാസം ഉപയോഗിക്കാം. 2 വെള്ളിയിൽ സെക്രട്ടറിമാർ വന്നാൽ ആ വരവ് കണ്ടില്ലേ ഒരാൾ അപ്പുറത്ത് ഇപ്പുറത്ത് പാമ്പാടി കത്തീഡ്രൽ പ്രതിനിധികളും വന്ന് ഈ ട്രോഫി കരസ്ഥമാക്കേണ്ടതാണ്. 6 മാസത്തിൽ 2 പേരും മാറി മാറി ഉപയോഗിക്കണമെന്ന് സ്നേഹത്തോടെ നാളത്തെ നോമ്പ് ഒരു മിനിറ്റ്. നോമ്പ് ഒരു ടീമിനോട് സമാധാനം ക്വിസ് മത്സരത്തിൽ ഒരു ടീം കൂടെ വന്ന് പ്രോത്സാഹന സമ്മാനം ലഭിക്കാത്ത ടീം മുൻപോട്ട് കടന്നു വരണം. ഓർത്തഡോക്സ് സഖ്യവും പള്ളിക്ക് ഇടപാടുകൾ മുൻപോട്ട് കടന്നു വന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് മെഡൽ സ്വീകരിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നാളെ നോമ്പ് തുടങ്ങാണ്. നമ്മൾ വേണം അതിനുവേണ്ടി ഭംഗിയെ അനുഷ്ഠിക്കുകയും നല്ല പഠിപ്പിക്കുകയും ചെയ്യട്ടോ. അതൊന്ന് 2 നമ്മുടെ പാമ്പാടി കൺവെൻഷൻ തിങ്കളാഴ്ച ആരംഭിക്കാം. എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും പേരുണ്ടെന്ന് കൺവെൻഷൻ നടക്കും ഇല്ലേ? അപ്പൊ അതനുസരിച്ച് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് എല്ലാവരും അവിടെ ഉണ്ടായിരിക്കണം. നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ അവിടെ കൊണ്ടുവരാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും വേണം. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും.